അടുത്ത ദിവസം കാലത്തെ പ്രിയ ഉണർന്നപ്പോൾ സഹായത്തിനായി വരുന്ന ചേച്ചി വന്നിരുന്നു. അവർ കാലത്തെ തന്നെ മുറ്റമെല്ലാം അടിച്ചു വാരിയിട്ട് അടുക്കളപ്പണിക്കായി കയറി. പ്രിയ വന്നപ്പോൾ അവർ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം നുറുക്കുകയാണ്. ഇഡലി അടുപ്പത്തിരുന്ന് വേവുന്നു. ചേച്ചി, ഞാനും സഹായിക്കാം. വേണ്ട കുഞ്ഞേ, ഞാൻ ചെയ്തോളാം. കുഞ്ഞിവിടെ ഇരിക്കുക. എത്ര നാളായി കണ്ടിട്ട്. പക്ഷെ പ്രിയ അവർ പറയുന്നതൊന്നും കേട്ടില്ല. സാമ്പാറിന് വറുത്തരയ്ക്കാനുള്ള നാളികേരം ചിരകാനായി അവൾ തുടങ്ങുകയാണ്. ചേച്ചി, ചേച്ചി ഇവിടെ ഇരിക്കുക. എന്നിട്ട് വിശേഷമൊക്കെ പറയൂ. ഓ, ഞാൻ എന്നത് പറയാനാ. ഇങ്ങനൊക്കെ അങ്ങ് പോണു. മീരയ്ക്ക് വയ്യാണ്ടായപ്പോൾ ദേവനാണെങ്കിൽ എന്നെ വന്നു വിളിച്ചു. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നതാ ഞാന്. എനിക്കും വയ്യ കുഞ്ഞേ, സന്ധിവാതമാ. അവര് അങ്ങനെ തൻ്റെ ആകുലതകളൊക്കെ വിവരിക്കുകയാണ്. പ്രിയ അത് കേൾക്കുന്നതിനൊപ്പം ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് വറക്കുവാനുള്ള നാളികേരം ഇട്ടുകൊടുത്തു. പ്രിയയുടെ വീട്ടിലെ വിശേഷങ്ങളും അവൾ പറയുന്നുണ്ട് അടുത്ത വീട്ടിലെ ചേച്ചിയോട്. അപ്പോഴേക്കും അമ്പലത്തിൽ പോയിട്ട് ദേവനും വന്നു. ആ, ചെറിയച്ഛൻ കാലത്തെ അമ്പലത്തിൽ പോയല്ലേ? പതിവ് ശീലങ്ങളൊന്നും ഇതേവരെ തെറ്റിച്ചിട്ടില്ല. പറ്റുന്നിടത്തോളം പോകും കുട്ടിയെ. അയാൾ ഇലച്ചീന്തിൽ നിന്നും അല്പം പ്രസാദമെടുത്ത് പ്രിയയുടെ നെറ്റിമേൽ വരച്ചു. നിരഞ്ജൻ ഉണർന്നോ എന്നറിയുവാനായി പ്രിയ റൂമിലേക്ക് വന്നു. അവനപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ബെഡിൽ വെറുതെ ഇരിപ്പുണ്ട്. ഏട്ടൻ ഉണർന്നിരുന്നോ? അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. പ്രിയ, നമുക്ക് കാലത്തെ മടങ്ങണം. അവൻ ധൃതി കാട്ടി. അയ്യോ, കാലത്തെയോ? നാളെ പോയാൽ പോരെ ഏട്ടാ? അത് പറ്റില്ല പ്രിയ, എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. അതെയോ? എന്നാ പിന്നെ ഞാൻ 2 ദിവസം ഇവിടെ നിന്നോട്ടെ? മടിച്ചാണ് അവൾ ചോദിച്ചത്. നിരഞ്ജൻ അവളെ ഒന്ന് നോക്കി. ഓക്കെ, എന്നാൽ താനിവിടെ നിന്നോ? ഉള്ളിലെ നീരസം പുറത്ത് കാട്ടാതെ അവൻ പറഞ്ഞു. അതല്ലേട്ടാ, എനിക്ക് നാണയമമ്മയെ ഒന്ന് കാണണം. പിന്നെ ഡാൻസ് ക്ലാസ്സിലൊക്കെ ഒന്ന് പോകണം. കുട്ടികളെയൊക്കെ ഒന്ന് കാണാനായി. അതുകൊണ്ടൊക്കെയാ. അവൾ തൻ്റെ ഉദ്ദേശം അവനെ വെളിപ്പെടുത്തി. ശരി ശരി, താൻ നിന്നോടോ. അവൻ്റെ മുഖത്തെ വാട്ടം കണ്ടപ്പോൾ അവൾക്കും ഒരു വല്ലായ്മ പോലെ. ഏട്ടാ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് കാലത്തെ നാണയമ്മയെ പോയി കാണാം. പിന്നെ ഡാൻസ് സ്കൂളിലും പോയാലോ? എന്നിട്ട് ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് തിരിക്കാം. പെട്ടെന്ന് അവൾ എന്തോ പോംവഴി കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു. നിരഞ്ജന്റെ മുഖം പ്രസാദിച്ചു. അവൻ വാതിൽക്കിലേക്ക് നടന്നു. എന്നിട്ട് ഡോറ് സാവധാനം ലോക്ക് ചെയ്തു. പ്രിയയുടെ മുഖത്ത് ഒരങ്കലാപ്പ്. അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ പോലും അറിയാതെ അവളിൽ വിയർപ്പ് തുള്ളികൾ മൊട്ടിട്ടുകൊണ്ടേയിരുന്നു. അവൻ്റെ ശ്വാസോച്ഛ്വാസം അവളുടെ കവിളിൽ മെല്ലെ തട്ടി. പ്രിയ നിലത്തേക്ക് മിഴികൾ ഊന്നി നിൽക്കുകയാണ്. ഒരു ബലത്തിനെന്നോണം അവൾ അരികിൽ കിടന്ന മേശമേ പിടിച്ചു. നിരഞ്ജൻ ഒരു വേള അവളുടെ കൈകൾ രണ്ടും കവർന്നെടുത്തു. പ്രിയയാണെങ്കിൽ ഇപ്പോൾ കുഴഞ്ഞു വീഴുന്ന പരുവത്തിലാണ്. ഹൃദയത്തിൽ സമ്മിശ്ര വികാരങ്ങൾ മുള പൊട്ടുന്നത് രണ്ടാളും ഒരുപോലെ അറിഞ്ഞു. കൈകളിലെ പിടുത്തം വിട്ടിട്ട് അവൻ അവളുടെ ഓമനത്തമുള്ള മുഖം കൈക്കുമ്പിളിലെടുത്തു. പ്രിയ. കാതരയായി അവൻ വിളിച്ചതും അവൾ ഒന്ന് പിടഞ്ഞു. ഇവിടെ നോക്ക് പ്രിയ, അവൻ അവളുടെ കാതിൽ പറഞ്ഞു. പക്ഷെ അവൾ നോക്കിയില്ല. പ്രിയ പ്ലീസ്, ഒന്ന് നോക്കടോ, അവൻ വീണ്ടും പറയുകയാണ്. അവൾ നോക്കുന്നില്ലെന്ന് കണ്ടതും അവൻ്റെ മുഖം അവളിലേക്ക് ചേർന്നു വന്നു. പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാൽ അവൾ അവനെ തള്ളി മാറ്റി. എന്നിട്ട് വാതിൽക്കലേക്ക് ഓടിപ്പോയി. ഡോറ് ലോക്ക് മാറ്റിയിട്ട് അവൾ യന്ത്രം കണക്കെ വെളിയിലേക്ക് പാഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും നിരഞ്ജന്റെ കണ്ണിൽപ്പെടാതെ പ്രിയ ഒഴിഞ്ഞു മാറി പോവുകയാണ്. നിരഞ്ജനും ദേവനും ഉമ്മറത്ത് വെറുതെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറിയച്ച, ഇന്ന് ഉച്ച തിരിയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും. എനിക്കിന്ന് ചെന്നിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അത്യാവശ്യമാണോ മോനെ? നാളെ കാലത്തെ തിരിച്ചാൽ പോരെ? അത് പറ്റില്ല ചെറിയച്ച.
എനിക്ക് അത്യാവശ്യമായി ഒന്ന് രണ്ട് മീറ്റിംഗ്സ് ഉണ്ട്. പിന്നെ എനിക്ക് ബാംഗ്ലൂർ വരെ ഒന്ന് പോകണം. ഇന്ന് ഇവിടുന്ന് തിരിച്ചാലേ എൻ്റെ പ്ലാൻസ് എല്ലാം നടക്കൂ. എങ്കിൽ മോൻ്റെ ഇഷ്ടം പോലെ. പ്രിയമോളെ, നാണിയമ്മൂമ്മയെ കാണാൻ പോണ കാര്യം കുട്ടി പറഞ്ഞിരുന്നു. അയാൾ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ചെറിയച്ഛൻ എന്നെ വിളിച്ചോ? പ്രിയ ഇറങ്ങി വന്നു. ഉവ്വ്, മോൾ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ നാണിയമ്മൂമ്മയെ കാണാൻ പോണോന്ന്. നിരഞ്ജമ്മോ പറയുന്നത് ഇന്ന് ഉച്ച തിരിഞ്ഞ് നിങ്ങൾക്ക് മടങ്ങണമെന്നാണത്രേ. മോളെങ്കിൽ അവിടെ വരെ ഒന്ന് പോയിട്ട് വാ. അമ്മൂമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി. ഞാൻ പൊയ്ക്കോളാം ചെറിയച്ച. അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. പ്രിയ, താനെങ്കിൽ റെഡിയാക്ക്. നമുക്ക് രണ്ടാൾക്കും കൂടി പോകാം. അവൾ അവനെ നോക്കാതെ മെല്ലെ മൂളി. പ്രിയ റെഡിയാക്കാനായി അകത്തെ മുറിയിലേക്ക് പോയതും നിരഞ്ജൻ താൻ കൂടി പ്രിയയ്ക്കൊപ്പം പോവാമെന്ന് പറഞ്ഞ് ദേവന്റെ അരികിൽ നിന്നും അകത്തേക്ക് വന്നു. അവൻ പക്ഷേ മുറി വന്നപ്പോൾ പ്രിയ അവിടെ ഇല്ലായിരുന്നു. അവൾ അടുക്കളയിൽ എന്തോ പണിയിലാണ്. അവൻ മുറിയിൽ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും പ്രിയ അവൻ്റെ അടുത്തേക്ക് വന്നു. എടോ, താൻ അമ്മൂമ്മയെ കാണാൻ പോണില്ലേ? നേരം പോന്നു. അവൻ ധൃതി കൂട്ടി. മുഖം കുനിച്ചു നിൽക്കുന്ന പ്രിയയെ കണ്ടതും നിരഞ്ജൻ വേഗം എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. എന്താ പ്രിയ, തനിക്കെന്തു പറ്റി? മുഖം ആകെ വാടിയിരിക്കുന്നത്. അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി. ഒന്നുമില്ലെന്ന് അവൾ വെറുതെ ശിരസനക്കി. പിന്നെ തൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, ഒക്കെ വെറുതെ ഏട്ടന് തോന്നണതാ. ഏട്ടൻ വരൂ, നമുക്ക് വേഗം പോയി മടങ്ങി വരാം. പ്രിയ പുറത്തേക്കിറങ്ങി. പിന്നാലെ നിരഞ്ജനും. പോകും വഴിയൊന്നും അവൾ നിരഞ്ജനോടൊന്നും സംസാരിച്ചില്ല. നാണിയമ്മൂമ്മയെ ചെന്ന് കണ്ടു. കുറച്ചു സമയം അവരുടെ ഒപ്പം ഇരുന്ന് അവർ രണ്ടാളും സംസാരിച്ചു. മടങ്ങുന്ന സമയത്ത് നിരഞ്ജൻ കുറച്ച് നോട്ടുകൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് അമ്മൂമ്മയ്ക്ക് കൊടുക്ക്. അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. നാണിയമ്മൂമ്മയ്ക്ക് നിരഞ്ജൻ ഏൽപ്പിച്ച കാശ് കൊടുത്ത് അവരുടെ കവിളിൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ടാണ് പ്രിയ അവിടെ നിന്നും പോന്നത്. ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ രണ്ടാളും പാലക്കാട്ടേക്ക് തിരിച്ചു. അവൾ യാത്ര പറഞ്ഞപ്പോൾ ആദ്യമായി മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ പോയിട്ട് ഉടനെ വരാം എന്ന് പറഞ്ഞാണ് പ്രിയ ഇറങ്ങിയത്. തിരികെ പോരുന്ന വഴിക്കൊന്നും പ്രിയ നിരഞ്ജനോട് സംസാരിക്കാതിരിക്കുന്നത് അവനിലൊരു വീർപ്പുമുട്ടലുണ്ടാക്കി. പിന്നീട് അവന് ചെറിയ ദേഷ്യം തോന്നി. അവനും തിരിച്ചവളോടൊന്നും സംസാരിച്ചില്ല. രാത്രി 9 മണിയായി അവർ വീട്ടിലെത്തിയപ്പോൾ പ്രിയയെ കണ്ടതും അരുന്ധതിയുടെ മുഖം തിളങ്ങി. പ്രിയ നീലിമയുടെ കാര്യം സംസാരിച്ചിട്ട് പോയതിൽ പിന്നെ അരുന്ധതിക്ക് നല്ല ഭയമാണ്. അവളിനി മടങ്ങി വരുമോ എന്ന് പോലും അരുന്ധതി ഭയപ്പെട്ടിരുന്നു. കാറ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വന്ന നിരഞ്ജന്റെ മുഖം കണ്ടപ്പോൾ അരുന്ധതിക്ക് എന്തോ പന്തികേട്. അവർ മകനെ നോക്കി. അവൻ പക്ഷേ മുഖം വെട്ടിത്തിരിച്ച് ആദിയുടെ മുറിയിലേക്കാണ് പോയത്. ദിയ ആണെങ്കിൽ കസേരയിൽ ചാരിയിരിക്കുകയാണ്. ആരെയോ ഫോൺ ചെയ്ത്. നിരഞ്ജനെ കണ്ടതും അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ആ, നിങ്ങളെത്തിയോ? പ്രിയ എവിടെ? പ്രിയ റൂമിലേക്ക് പോയി. ദിയ ഹോസ്പിറ്റലിൽ പോയിരുന്നോ? കാലത്തെ പോയി, പ്രോബ്ലം ഒന്നുമില്ല. ആദ്യം എവിടെ? മുത്തശ്ശൻ്റെ അരികിൽ കാണും. ഞാൻ മമ്മിയോട് സംസാരിക്കുമായിരുന്നു. ഓക്കെ ദിയ, എങ്കിൽ താൻ റെസ്റ്റ് എടുത്തോളൂ. അവൻ ഡോറ് ചാരിയിട്ടിറങ്ങി. തിരികെ റൂമിലെത്തിയപ്പോൾ പ്രിയ കുളിക്കുകയാണ്. അല്പനിമിഷം കഴിഞ്ഞതും പ്രിയ കുളി കഴിഞ്ഞിറങ്ങി വന്നു. നിരഞ്ജനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ താഴേക്ക് പോയി. ഇത്തവണ അവന് ശരിക്കും ദേഷ്യം വന്നു. കിടക്കാൻ വരുമ്പോൾ ചോദിക്കാമെന്ന് കരുതി അവൻ സ്വയം അടങ്ങി. അവനും ഒന്ന് ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ ദിയയും പ്രിയയും രേണുവും എല്ലാവരും കൂടി എന്തോ തമാശകൾ പറഞ്ഞു ചിരിക്കുന്നു. ഓഹോ, അപ്പോൾ തന്നോട് മാത്രമേ ഉള്ളൂ പ്രിയയ്ക്ക് ദേഷ്യം. മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അവൻ സ്റ്റെപ്സ് ഇറങ്ങി വന്നു. ദിയയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് പ്രിയ. അവളുടെ വയറിന്മേൽ തലോടിക്കൊണ്ട് പ്രിയ ദിയയ്ക്ക് ഉമ്മ കൊടുത്തു. അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ് ആദ്യ വന്നത്. പ്രിയക്കുട്ടി, എങ്ങനുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട്?
അവളുടെ തോളത്ത് തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നേട്ടാ. അവൾ മന്ദഹസിച്ചു. കൺഗ്രാറ്റ്സ് ആദി. സച്ചു ആദിയുടെ കൈപിടിച്ചു കുലുക്കി. രണ്ടാളും പരസ്പരം കെട്ടിപ്പിടിച്ചു. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും സാലഡുമായിരുന്നു അത്താഴത്തിൻ്റെ വിഭവങ്ങൾ. പ്രിയയോട് ചെറിയമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും കൂടിയിരുന്ന് അത്താഴം കഴിച്ചു. പ്രിയ നിരഞ്ജന് മുഖം കൊടുക്കാതിരിക്കുന്നതൊക്കെ അരുന്ധതി നോക്കി കാണുന്നുണ്ട്. ഈശ്വര, എന്തു പറ്റി എൻ്റെ മക്കൾക്ക്? പ്രിയമോക്ക് എന്തോ സങ്കടമുണ്ട്. എൻ്റെ ഭഗവാനെ, നീ തന്നെ തുണ, അവരുള്ളിൽ പ്രാർത്ഥിച്ചു. കുറച്ചു സമയം മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അരികിൽ പോയിരുന്ന് സംസാരിച്ച് നിരഞ്ജൻ മുറിയിലേക്ക് തിരികെ കയറി പോകുന്നതാണ് ഹാളിലേക്ക് വന്ന അരുന്ധതി കണ്ടത്. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് അരുന്ധതിക്ക് അവനെ കണ്ടപ്പോൾ മുതൽ തോന്നി. അവനോട് ചോദിക്കുവാൻ പക്ഷേ ഭയവും. നിരഞ്ജൻ ഈ സമയം പ്രിയയെ കാത്തിരിക്കുകയായിരുന്നു. തുടരും.